കാഞ്ഞങ്ങാട് നടന്ന RSS പരിപാടിയിൽ മുഖ്യാതിഥിയായി കേന്ദ്ര സർവകലാശാല VC RSS ശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലാണിപ്പോൾ സിന്ധു പി അൽഗൂർ പങ്കെടുത്തത്. അരുൺ പൂപ്പറമ്പ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അരുൺ, വിവരങ്ങൾ പറഞ്ഞോളൂ. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അരുൺ, ഈ RSS പരിപാടിയിൽ ഈ സർവകലാശാല VC-മാർ പങ്കെടുത്തതിന്റെ വിവാദം കഴിഞ്ഞ ഒരു മാസമായി ഈ വിവാദം തുടർച്ചയായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് RSS പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിരിക്കുന്ന ഒരു കേന്ദ്ര സർവകലാശാല VC-ആണ്. എങ്ങനെയാണ് ഇതിന്റെ വിവരങ്ങൾ? ഷിഹാസ്, RSSന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് വെച്ച് നടന്ന സാഗർ വൈചാരിക സദസ്സ് എന്ന പരിപാടിയിലാണ് കേരള കേന്ദ്ര സർവകലാശാല VC ആയിട്ടുള്ള സിന്ധു പി അൽഗൂർ പങ്കെടുത്തത്. ഇന്നലെയാണ് ഈ പരിപാടി നടന്നത്. RSSന്റെ ജില്ലാ സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ മംഗളൂരുവിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട RSSന്റെ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയായിരുന്നു. ആ പരിപാടിയിലാണ് പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ VC പങ്കെടുത്ത പരിപാടിയിലെ മുഖ്യ അതിഥിയായാണ് പങ്കെടുത്തത്. അതിനുശേഷം ആ പരിപാടിയിൽ ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആ പരിപാടി അവസാനിപ്പിച്ച് അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയും ചെയ്തു. എന്തായാലും അത് ഇതിനകം തന്നെ വിവാദമായിട്ടുണ്ട്. നേരത്തെ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു VC-മാർ, കേരള MG സർവകലാശാല VC-മാരൊക്കെ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് വലിയ വിവാദമാവുകയും അത് രാഷ്ട്രീയ വിവാദമായി മാറുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്ര സർവകലാശാല VC RSS നേരിട്ട് നടത്തുന്ന പരിപാടിയിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുകയും മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. രാജ്യത്തെ ഹോട്ടൽ വ്യവസായത്തിന് ആശ്വാസം. വാണിജ്യ LPG-ക്കുള്ള നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കുകയാണ്.